പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പപ്പായ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പപ്പായ ഫ്രഞ്ച് ഫ്രൈസ് എന്നും വേണമെങ്കിൽ പറയാം. പപ്പായ ആദ്യം നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം തൊലിയൊക്കെ പോക്കി കട്ട് ചെയ്ത് ചെറിയ കഷണങ്ങളാക്കി എടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ആ തിളച്ച വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ച പപ്പായ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്ക് ചൂടാക്കാം. 2 മിനിറ്റ് മതിയാകും. 2 മിനിറ്റിന് ശേഷം നമുക്കത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. രണ്ടോ 3 മിനിറ്റ് ആ വെള്ളത്തിൽ കിടന്നതിന് ശേഷം നമുക്കത് കോരി വെക്കാം. ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി തുടങ്ങിയവ ആദ്യം ചേർത്ത് ഇളക്കിയെടുക്കാം. കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി പിടിപ്പിക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അധികം സമയം വേണ്ട ഇത് ഫ്രൈ ആവാൻ. 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി ഫ്രൈ ആയി വരും. ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഫ്രഞ്ച് ഫ്രൈസൊക്കെ പോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു ഫ്രൈ ആണ് പപ്പായ. അതുമാത്രമല്ല, വളരെ സിമ്പിളായി എല്ലാവർക്കും വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ്. കഴിയുന്നവരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം. പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി.